ഇന്നൊരു നൊട്ട പറഞ്ഞാലോ? നല്ല ചോന്നരീൻ്റെ ചോറുണ്ട്, പിന്നെ ഇതാ കോഴിക്കറി വെക്കാൻ പോയെന്ന്. അപ്പോഴാണ് ഒരു നൊട്ട പറയാമെന്ന് വിചാരിച്ച്. പണ്ടെല്ലാം സ്കൂളിൽ പഠിക്കുമ്പോൾ കോഴിക്കറി എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒന്നും വെക്കില്ല കേട്ടോ. നമ്മൾ ആഴ്ചക്കോ രണ്ടാഴ്ചക്കോ എല്ലാം കൂടുമ്പോൾ നീ വെക്കല്. ആ കറി വെക്കുമ്പം പ്രത്യേക ഒരു മണോ അന്ന് കിച്ചണിലെല്ലാം. സ്കൂൾ വിട്ടിട്ട് വരുമ്പം ഈ കറീൻ്റെ മണം അടിക്കുമ്പോൾ തന്നെ നമുക്കൊരു ചിരിയെല്ലാം വരും കേട്ടോ. ഹോ, ഇനിയിപ്പോൾ കുറച്ച് നെയ്ച്ചോറും കോഴിക്കറിയിലായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഒരു കാര്യമില്ലെങ്കിലും കിച്ചണിലെ ഏരിയയിലൊന്ന് നടന്നു നോക്കട്ടാ, കറിയും ചോറിലായോന്ന്. നമ്മളെ പുറക്കെല്ലാം നേരം കോഴിക്കറി വെക്കുമ്പം കോഴിനെ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ ഉരുളക്കിഴങ്ങ്. ഏകദേശം കോഴിയുടെ കഷ്ണത്തിൻ്റെ അത്ര തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണവും ഉണ്ടാവും കറിയിൽ. ഇന്ന് കോഴി വെക്കുമ്പം ഉരുളക്കിഴങ്ങ് ഇട്ടരാന്ന് എനിക്ക് പണ്ടത്തെ ഒരു നൊട്ട ഓർമ്മ വന്നത്. അപ്പോൾ ഏതായാലും നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച്. നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്നെപ്പോലെ 80s 90s ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റൂ. ഇന്നത്തെ പോലെ കോഴി കിട്ടൽ അത് ഫുള്ളായിട്ട് ഒരു നേരത്തേക്കല്ല കേട്ടോ വെക്കല്. 2 or 3 നേരമല്ലായിരിക്കും കോഴിക്കറി ഉണ്ടാവാം. കറി വെച്ചപാടാണെങ്കിൽ നമുക്കൊരു വലിയ 1 or 2 പീസ് കിട്ടും. പിന്നെ അതിൻ്റെ കൂടെ 2-3 ഉരുളക്കിഴങ്ങ് കിട്ടും. അതിൻ്റെ കൂടെ ഒരു കഷ്ണം കരൽ കിട്ടുന്നെങ്കിൽ പിന്നെ പറയണ്ട, ലോട്ടറി അടിച്ച സന്തോഷമായിരിക്കും. അധികവും രാവിലെ 10ൻ്റെ കൂടെ ആയിട്ട് ഉണ്ടാവല്. പിന്നെ നെയ്ച്ചോറെല്ലാം ആക്കിയിട്ടുണ്ടെങ്കിൽ ഉച്ചക്ക് നെയ്ച്ചോറിൻ്റെ കൂടെ, പിന്നെ നമ്മളവർക്ക് അമ്മായിയോ വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിലും ഉള്ള സ്പെഷ്യലായിരിക്കും. രാത്രി ഇതേ കറി തന്നെ ആയിട്ടുണ്ടാല്. ചാറ് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഉമ്മ കയ്യിൽ കുറച്ച് വെള്ളമെല്ലാം എടുത്ത് ഒഴിക്കലുണ്ട്. ടേസ്റ്റ് എല്ലാം അടിപൊളിയായിരിക്കും, പക്ഷെ ഒരു വെള്ളം പോലെ ഉണ്ടാവും. രാത്രിയത്തെ കറിയിൽ കാര്യമായിട്ട് കഷ്ണമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോഴാണ് നമ്മളിതാ ഉരുളക്കിഴങ്ങ്. അപ്പോൾ ചിക്കൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങിന് തപ്പലായിരിക്കും കറിയിൽ. അന്നേരം ആ ചൂടാക്കിയ കറിയിലുണ്ടാകുന്ന ഉരുളക്കിഴങ്ങിന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അന്നേരം നമുക്ക് ആ ഒരു ചിക്കൻ കഷ്ണം കിട്ടിയ പോലത്തെ സന്തോഷം തന്നെയായിരിക്കും കേട്ടോ. ഈ ഉരുളക്കിഴങ്ങ് കിട്ടിയാലും കഷ്ണമൊന്നും ഇല്ലയെന്നറിയാം, എന്നാലും നമ്മൾ കയ്യിലിട്ട് ഇങ്ങനെ ഒരു തപ്പലുണ്ട് മൊത്തത്തിൽ. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എന്നാലും വിഷമമൊന്നുമില്ല കേട്ടോ. പക്ഷെ നമുക്ക് ഏറ്റവും വിഷമം അധികമെന്ന് വെച്ചാൽ അതിൽ ആദ്യം കൈയിട്ട് വാരിയാക്കി ചിലപ്പോൾ 2 or 3 or 4 ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടാവും. അവരെല്ലാം കൂടി അങ്ങ് കോരിക്കൊണ്ടും. അതാണ് ഏറ്റവും വലിയ സങ്കടം. ആവും പിന്നെ നമ്മൾ ഒരേ മേശം ഇരുന്നിട്ട് തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഓന് എത്ര കിട്ടി, ഇവക്ക് എത്ര കിട്ടിയത്. നമുക്ക് കുറഞ്ഞ സങ്കടം ഏറ്റവും വലിയ സങ്കടം. അതിലൊരു കാലമല്ലേ ഇപ്പം നമ്മൾ മക്കൾക്ക് ഇഷ്ടം പോലെ കറിയും ചോറും എല്ലാം ഉണ്ടായിട്ടും നമ്മളിങ്ങനെ 100 വട്ടം വിളിക്കണം. ഒന്ന് കഴിക്കോ, ഒന്ന് കഴിച്ച് തരുമോ എന്ന് ചോദിക്കണം അവരുടെ അടുത്ത്. ഗൾഫിലൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാൻ ആൾ കുറഞ്ഞപ്പോൾ കഷ്ണം കൂടി അത് കഴിക്കാൻ ആളില്ലാണ്ടായി. അപ്പോൾ പിന്നെ ഉരുളക്കിഴങ്ങ് ഇടാൻ തന്നെ പേടിയാണ്. ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അതിലെ ചെക്കനും കൂടി ചിലവാവില്ല. അപ്പോൾ പിന്നെ അതും ബാക്കിയാവും. കാലം കുറേ എടുത്തിട്ടാ. എന്നാലും ഇപ്പോഴാണ് മനസ്സിലാക്കിയത്, ഇങ്ങനെ കൈയിട്ട് വാരിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പടിച്ചിട്ടും തിന്ന ഫുഡിനൊരു വല്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പം കഷ്ണം കൂടി ആൾ കുറഞ്ഞ് ഫുഡിനൊക്കെ ഒരു ആവറേജ് ടേസ്റ്റ്. എന്ത് കിട്ടിയാലും ഒരു വാവ് ഫീലൊന്നും തോന്നില്ല. എന്താല്ലേ, അതുകൊണ്ടല്ലേ നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കാൻ പോകുമ്പോൾ പോലും നമ്മളെ കൂടെ ഇല്ല ആരെന്നാണ് മാറ്റർ. എവിടെ പോകുന്നു, എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല. നമ്മളെ കൂടെ നമ്മളൊരു ചങ്ക് ഉണ്ടെങ്കിൽ ആ ചായക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. പറയാനാണെങ്കിൽ ഇങ്ങനെ ഒരുപാട് പറയാനുണ്ട്. കേട്ടിരിക്കാൻ ഇപ്പോൾ ആയിരിക്കും ആ സമയമല്ലേ. പിന്നെ സ്വന്തമായിട്ടൊരു ചാനലുണ്ടെങ്കിൽ നമുക്ക് പറയാമല്ലോ. ഇടയ്ക്ക് നമുക്ക് എന്നെ അടുത്ത് കേൾക്കുകയും ചെയ്യാം. അപ്പോൾ ഇതൊക്കെ എൻ്റെ വിശേഷം. നിങ്ങൾക്കും നിങ്ങളെ മുറിയൻ ഓർമ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഷെയർ ചെയ്യാം കേട്ടോ.